ഉസ്താദിനെ കുറിച്ച് ഏറ്റവും കുറച്ചു മാത്രം അറിയുന്ന ആളാണ് ഞാൻ. ഈ നാട്ടുകാരും സഹപ്രവർത്തകരും സഹപാഠികളും ഗുരുവര്യന്മാരും ശിഷ്യഗണങ്ങളും കുടുംബാദികളും ഒക്കെ അനുഭവം പങ്കുവെക്കുമ്പോൾ ഉസ്താദിനെ കുറിച്ച് ഏറ്റവും കുറച്ചു മാത്രം അറിയുന്ന ആളാണ് ഞാൻ. പക്ഷേ എനിക്ക് അവിടുത്തെ ഒരു ഓർമ്മ ബാക്കിയുള്ളത്, ഒരു വേളയിൽ റബീഉൽ അവ്വലിന് കുവൈത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ഉസ്താദ് അവർകൾ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹു ചൊല്ലാൻ റബീഉൽ അവ്വലിൽ കാണിക്കുന്ന ഒരു ഉത്സാഹമാണ് എനിക്ക് നേരിട്ട് കിട്ടിയ വളരെ വിശേഷപ്പെട്ട ഒരു അനുഭവം. അതാ രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്രയോ ആവർത്തി ഏത് റൂമിലെത്തിയാലും ആരുടെ ഭവനത്തിലെത്തിയാലും അവര് മൗലിദിന് വേണ്ടി വിളിച്ചതല്ല, അവര് മദ്ഹ് ചൊല്ലാൻ വേണ്ടി വിളിച്ചതല്ല. പക്ഷേ റബീഉൽ അവ്വലിൽ ആരുടെ അടുക്കലെത്തിയാലും ഒരൽപഭാഗം മൗലിദിൽ നിന്ന് പാരായണം ചെയ്ത് മദ്ഹ് ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്ന ഒരനുഭവം, അത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ ഒരു സാക്ഷ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയത്തിൻ്റെ പ്രതീകമാണല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകം സിദ്ദീഖ് അല്ലാതെ വേറെ ആരാണ് റളിയല്ലാഹു അൻഹു? बुलबुल कबूल बस तो सिद्दीഖ് को റസൂൽ ബസ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും വലിയ തീർത്ഥവും ഏറ്റവും വലിയ പാനവും ഏറ്റവും ഇഷ്ടഭക്ഷണവും ഏറ്റവും ഇഷ്ടവിനോദവും ഏറ്റവും ശോഭനമായ കാഴ്ചയും ഏറ്റവും സന്തോഷമുള്ള സഹവാസവും വേറെ ആരുമല്ല. ജാൻ ദേ ദോ അദയേ ദീദാർ പർ ലുത്ഫോൻ കാ ആമോ ഹി ജായേഗാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതിലേറെ മധുരതരമായ ഒന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പറയാനില്ല. ആ സിദ്ദീഖുകളുടെ വഴിയിൽ സഞ്ചരിച്ച ഒരു മനുഷ്യനെയാണ് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ആ സ്വാലിഹീങ്ങളുടെ വഴിയിൽ ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ എന്ന് എല്ലാ ദിവസവും 17 പ്രാവശ്യം നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. ഈ നാട്ടിൽ ജീവിച്ചു പോയ ഒരു നല്ല മനുഷ്യന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ മനസ്സിൽ, മാതാപിതാക്കളുടെ മനസ്സിൽ, എൻ്റെ മകനും നാളെ ഇതുപോലെ ഓർമ്മിക്കപ്പെടണം, എൻ്റെ മകനും ഇതുപോലെ ജീവിതത്തെ അടയാളപ്പെടുത്തണം, എൻ്റെ മകനും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇടം നേടണം, എൻ്റെ മകനും ഈ നാട്ടിലെ ശുഭസ്മരണകളുടെ ഭാഗമാകണം എന്നാലോചിക്കുന്ന രക്ഷിതാക്കളോട് പറയട്ടെ, നമ്മുടെ മക്കൾ ലോകത്ത് ആരായാലും ഒരു ആലിമാകുന്ന സ്ഥാനത്ത് വേറെ ആരും എത്തുകയില്ല. ഉസ്താദിനെ നയിച്ച ഏറ്റവും വലിയ പവർ ഹൗസ് ഏതാണ്? ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഉസ്താദ് ഒരു ഇൽമിൻ്റെ വക്താവാണ്, അള്ളാഹുവിനെ അറിയുന്ന അറിവിൻ്റെ ഒരു സാക്ഷ്യമാണ്, ഒരു ആലിമായ മനുഷ്യനാണ്. എൻ്റെ മകൻ ഒരു ആലിമായാൽ, എൻ്റെ മകൻ ഒരു ഹാഫിളായാൽ, ഈ പഴശ്ശിയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള സ്മാരകം വേറെയൊന്നുമല്ല, എല്ലാ മുസ്ലിം ഭവനങ്ങളിൽ നിന്നും ഒരു മുതഅല്ലിം ഉണ്ടാവണം. അതാണ് ഈ നാട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്മാരകം. ഈ നാട്ടിലെ എല്ലാ കുടുംബത്തിൽ നിന്നും ഒരു മുതഅല്ലിം വരണം, ഒരു ആലിം വരണം, ആബിദായ ആമിലായ ഒരു ആലിം ഉണ്ടാവണം.
പഠിച്ച ഇൽമ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാൾ വരണം. നമ്മുടെ മകൻ IAS സിവിൽ സർവന്റിൽ ഏത് മേഖലയിലുള്ള ആളായാലും, ഏത് മേഖലയിലും, മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഏതേത് മേഖലയിൽ വന്നാലും അവർക്കാർക്കും ലഭിക്കാത്ത ഒരു വിലാസമുണ്ട്. അത് ആലിമിനാണ്. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ? ഒരിക്കലും അല്ല. എൻ്റെ മകന് പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നാമത് എഴുതാനുള്ളത് എൻ്റെ മകൻ ഒരു ആലിമാവണം. ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹുവിനെ അറിയുന്ന ഒരു ആലിമാവണം. അതിൻ്റെ താഴെയേ ഉള്ളൂ ബാക്കിയെല്ലാം. സമൂഹത്തിൽ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ വലിയ പേരുണ്ടാവും. എൻ്റെ മകൻ ഒരു ഡോക്ടറാണ്, MBBS കഴിഞ്ഞു, ഇനി MD ചെയ്യാൻ പോവാണ്, പിന്നെ മൈക്രോ സ്പെഷ്യലൈസേഷന് പോവാണ്. അതൊക്കെ നല്ല കാര്യമാണ്, സമൂഹത്തിൽ വേണ്ട കാര്യമാണ്. പക്ഷേ അതാണ് ഏറ്റവും വലിയ വിലാസം എന്ന് വിചാരിച്ചു പോകരുത്. മനുഷ്യരുടെ ആരോഗ്യ സേവനങ്ങൾക്ക് ആവശ്യമായ ഒരു മേഖലയാണത്. എഞ്ചിനീയറിംഗ് നല്ല ഒരു പ്രൊഫഷനാണ്, അഡ്വക്കേറ്റ് നല്ല ഒരു പ്രൊഫഷനാണ്. ഇതിൻ്റെ എല്ലാം മേലെ നിൽക്കുന്ന ഏറ്റവും ഉയർന്ന പ്രൊഫഷൻ ഏതാണ്? വേറെ ഒന്നുമല്ല, അല്ലാഹുവിനെ അറിയുന്ന ഒരു ആലിമാണ്. അതാണ് ഖുർആൻ പറയുന്നത്, യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹുവിൽ നിന്നുള്ള ഇൽമ ലഭിച്ച ആളുകളുടെ പദവി നാൾക്കുനാൾ അല്ലാഹു ഉയർത്തിക്കൊണ്ടിരിക്കും. വേറെ ആർക്കും ലഭിക്കാത്ത ഒരു പദവി ആലിമിനും മുതഅല്ലിമിനും അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. പുതിയ കാലത്തെ രക്ഷിതാക്കൾ ആധുനികതയുടെ അഭിനിവേശത്തിലും ആധുനികതയുടെ അതിപ്രസരത്തിലും സാമ്പത്തിക ഭദ്രതയുടെ അഹംഭാവത്തിലും എൻ്റെ മകൻ ഒരു മൂല്യരായാൽ നമ്മൾ തന്നെയാണ് ആ സ്ഥാനത്തെ ഡീഗ്രേഡ് ചെയ്തത്. നമ്മൾ തന്നെയാണ് ആ സ്ഥാനത്തെ പലപ്പോഴും ചെറുതായി കാണുന്നത്. എന്നാൽ ഈ 4 നാളത്തെ ഭൗതിക ജീവിതത്തിനപ്പുറമുള്ള ഒരു അനന്തമായ ലോകമുണ്ട്. ആ ലോകത്ത് വരുമ്പോൾ വേറെ എല്ലാവരുടെയും മാതാപിതാക്കളെ ആദരിക്കുന്നതിനേക്കാൾ ആദരിക്കുന്നത് ആരെയാണ്? ആലിമീങ്ങളുടെ, ഹാഫിളീങ്ങളുടെ മാതാപിതാക്കളെ അല്ലാഹു തആല പരലോകത്ത് ആദരിക്കുന്നതാണ്. ഇവിടത്തെ ലൈഫ് ഇന്ന് അല്ലെങ്കിൽ നാളെ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ബഹുമാനപ്പെട്ട ഖാദറാജിയൊക്കെ വിളിച്ചിട്ട് ഒരു പ്രവർത്തകൻ്റെ വീട്ടിൽ കയറിയിട്ടാണ് വരുന്നത്. റിയാസ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്, റിയാസ് എന്ന സഹോദരൻ്റെ വീട്ടിൽ 43-44 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടുപോയി കഴിഞ്ഞ ദിവസം. ആ സഹോദരിയുടെ സ്പാൻ ഓഫ് ലൈഫ് അത്രയേ ഉള്ളൂ. ഈ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രായം, ഈ സംസാരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും പ്രായം മരിക്കാൻ പറ്റുന്ന പ്രായമാണ്. വോട്ട് ചെയ്യണമെങ്കിൽ 18 വയസ്സ് കഴിയണം. ലൈസൻസ് കിട്ടണമെങ്കിൽ 18 വയസ്സ് കഴിയണം. വിവാഹത്തിന് രാജ്യങ്ങളിൽ വിവിധങ്ങളായ പ്രായ തലങ്ങളുണ്ട്. അങ്ങനെ ഓരോന്നിനും നമുക്ക് വയസ്സുണ്ട്.
എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് വയസ്സ് നിർണിതമല്ല. ഏത് വയസ്സുകാരെയും എപ്പോഴും തേടിയെത്താവുന്ന യാഥാർത്ഥ്യമാണ്. വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. ഏത് പ്രായവും മരിക്കാൻ പറ്റുന്ന പ്രായമാണ്. നമ്മുടെ ലൈഫ് യഥാർത്ഥത്തിൽ ഇവിടെയല്ല, ഇത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് എപ്പോഴും അവസാനിക്കാവുന്ന ഒരു സീനാണ്. അതേ സമയത്ത് യഥാർത്ഥമായ ഒരു ജീവിതമുണ്ട്. ആ ജീവിതം ഇതിനപ്പുറത്തുള്ള ഒരു ജീവിതമാണ്. അവിടെ അവാർഡ് ലഭിക്കുന്നവർ ആരാണ്? അവിടെ റാങ്ക് ഹോൾഡേഴ്സ് ആരാണ്? അവിടെ പതക്കം കിട്ടുന്നവർക്ക് ആർക്കാണ്? അവിടെ പരിഗണന ലഭിക്കുന്നവർ ആരാണ്? യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്. ഈമാനും ഇൽമും ഉള്ളവർക്കാണ് അവിടെ സ്ഥാനം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്രയോ ആളുകൾ ഈ പഴശ്ശി പള്ളി ഖബർസ്ഥാനിൽ ജീവിച്ച കാലത്തേക്കാൾ കൂടുതൽ ഖബറിൽ കിടക്കുന്ന എത്ര ആളുകളുണ്ട്. ആ ഖബറിനെ കുറിച്ച് പറഞ്ഞു, നല്ലവരാണെങ്കിൽ അത് റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്. തെറ്റുകാരാണെങ്കിൽ അത് ഹുഫ്റത്തും മിൻ ഹുഫരിൻ നീറാനാണ്. നഊദു ബില്ലാഹ്. നന്മ ചെയ്തവരുടെ ഖബർ സ്വർഗത്തോപ്പാണ്. തിന്മയിൽ ജീവിച്ചവരുടെ ഖബർ നരകക്കുണ്ടാണ്. അപ്പോൾ സ്വർഗസ്ഥമായ ഖബറിൽ കിടക്കേണ്ടവർ ഈ ലോകത്ത് സ്വർഗസ്ഥരാവേണ്ട കർമ്മങ്ങൾ ചെയ്യണം. നാളെ സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇന്നിവിടെ സ്വർഗത്തിലേക്ക് പോകാവുന്ന കാര്യങ്ങൾ ചെയ്യണം. അവിടെ റാങ്ക് കിട്ടേണ്ട ആളുകൾ അവിടത്തേക്ക് റാങ്കിന് പറ്റുന്ന പദവികൾ സെലക്ട് ചെയ്യണം. അവിടെ റാങ്ക് കിട്ടുന്നവരാരാണ്? ഒന്നാമതായി മുത്തഖീങ്ങൾക്കാണ് അവിടെ റാങ്ക് ഉള്ളത്. ശരിയായ മുത്തഖിയാകുന്നത് എപ്പോഴാണ്? അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ആരാധന ചെയ്യുകയും അള്ളാഹുവിനെ അറിയുകയും ചെയ്യുമ്പോഴാണ്. എൻ്റെ റബ്ബാരാണ്, പരിപാലകനാരാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ഉടമസ്ഥനായ സർവാധിപതിയെ ഏറ്റവും അറിയുന്നവരാരാണ്? അത്ഖാകും ബില്ലാഹി വഅഖ്ശാകും ബിഹി അനാ. ഈ ലോകത്ത് വെച്ച് ഏറ്റവും തഖ്വയുള്ളയാള് ഞാനാണെന്ന് പറഞ്ഞ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിൽ ഒരു കൊട്ടാരം പണിയാൻ മറന്നുപോയി. അത്ഖാകും ബില്ലാഹി ആയപ്പോൾ ഇവിടുത്തെ കൊട്ടാരം പണിയാൻ മറന്നുപോയി. അത്ഖാകും ബില്ലാഹി ആയപ്പോൾ മദീനയുടെ ചാരത്തുണ്ടായ മസ്ജിദുൻ നബവിയുടെ ഓരത്തുണ്ടായ ഭവനത്തിൽ ഒരു പട്ടുവെത്ത വിരിക്കാൻ മറന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഈത്തപ്പന മട്ടൽ കോർത്ത് കെട്ടി ഒരു കട്ടിലിൽ കിടന്ന് റോസാ പുഷ്പം പോലെയുള്ള പൂമേനിയിൽ ചെമന്ന വരകൾ വീണപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഒരു സോഫ്റ്റായ വിരിപ്പങ്ങ് എടുത്തുകൂടായിരുന്നോ? ലോകത്തുനിന്ന് ഒരുപാട് രാജാക്കന്മാരുണ്ട്, സാർ ചക്രവർത്തിമാരുണ്ട്, റോമിൻ്റെ ഭരണാധികാരികളുണ്ട്. അവര് മുഴുവനും കൊട്ടാരങ്ങളിലാണല്ലോ താമസിക്കുന്നത്. അവിടുത്തേക്കൊരു പാലസ് പണിയാമായിരുന്നില്ലേ? നമ്മൾ വലിയ വീടുണ്ടാക്കിയിട്ട് കുറെ റൂം കാലി കിടക്കാണ്. നമ്മൾ എവിടെയാണ് ഹിസാബ് പറയാ? അള്ളാഹുവിന്റെ അടുക്കൽ അതിനെക്കുറിച്ച് ചോദ്യമില്ലെന്നാണോ? നമ്മൾ കെട്ടിടങ്ങളിൽ വിനിയോഗിക്കുന്ന സംഖ്യ ആലോചിച്ചുകൊണ്ട് വേണം. ആവശ്യത്തിനു മാത്രമാവണം.
ആവശ്യത്തിലേറെയായാൽ ഒരു കൂരയില്ലാത്ത കോടികൾ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഒരു കൂര പോലുമില്ലാത്ത പരകോടികൾ ജീവിക്കുന്ന ഒരു ലോകത്ത് നമ്മൾ എവിടെയാണ് നമ്മുടെ സംസ്കാരങ്ങളെ അടയാളപ്പെടുത്തിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിൻ്റെ തിരുദൂതരെ, അവിടുന്ന് ഈ സമുദായത്തിൻ്റെ ടോപ്പ് ലീഡറാണ്, ലോകത്തിൻ്റെ മുഴുവനും നേതാവാണ്. തങ്ങൾ ഒരു കൊട്ടാരം വെച്ചാൽ ഒരു അന്യായമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അന ഫിദ്ദുനിയ കറജുലിൻ ഇസ്തളല്ല തഹ്ത ഷജറത്തിൻ വതറകഹാ. ഒരു മരച്ചോട്ടിൽ വിശ്രമിക്കാൻ ഇറങ്ങിയ യാത്രക്കാരനെ പോലെയാണ് ഞാൻ. ബസ് സ്റ്റോപ്പിൽ ആരെങ്കിലും വീടുണ്ടാക്കുമോ? കടന്നു പോകുന്ന വഴിയിൽ ഇടയ്ക്ക് തണൽ കൊള്ളാൻ ഇറങ്ങിയ സ്ഥലത്ത് ഒരാൾ കൊട്ടാരമുണ്ടാക്കുമോ? അതുകൊണ്ട് എനിക്കത് തോന്നണില്ല. 63 വയസ്സ് വരെ ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീന വാസത്തിന്റെ അല്പനാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കൊട്ടാരമുണ്ടാക്കാനുള്ള അനുകൂല സാഹചര്യങ്ങളുണ്ട്. എല്ലാ നിലയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവെള്ളയിലേക്ക് വന്ന സ്വത്തുകൾ കൊണ്ട് കൊട്ടാരമുണ്ടാക്കാമായിരുന്നു. വേണ്ടാന്ന് വെച്ചു. അനുയായികളായ സ്വഹാബികൾ കോടിപതികൾ ഉണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ പോലെയുള്ളവർ കൊട്ടാരമുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. വേണ്ടാന്ന് വെച്ചു. അല്ലാഹു തആല തന്നെ നേരിട്ട് ചോദിച്ചു. മലകൾ മാടി വിളിച്ചു, വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹാ അയ്യമാ ശമമി. ഞങ്ങൾ പൊന്നായി കൈവെള്ളയിലേക്ക് വരട്ടെ എന്ന് ഉഹദ് പർവ്വതം ചോദിച്ചു. വേണ്ട, ഞാൻ നാളെ പോവാൻ വന്ന ആളല്ലേ, ഇന്ന് പോവാൻ വന്ന ആളല്ലേ, എപ്പോഴാ പോവാന്നറിയില്ലല്ലോ. ഈ ഒരു വിചാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ, സഅദി ഉസ്താദ് അവർകൾ ഇവിടെ അടയാളപ്പെടുത്തിയ ഒന്നാമത്തെ വിലാസം ഒരു നല്ല ആലിമായിരുന്നു. അതുകൊണ്ട് ഈ നാട്ടിലെ ഉമ്മപെങ്ങന്മാരോട്, രക്ഷിതാക്കളോട് പറയാണ്, നിങ്ങൾക്ക് ആ സഅദി ഉസ്താദിൻ്റെ മാർഗത്തിൽ അഥവാ മുൻഗാമികളുടെ വഴിയിൽ എന്നും ഇവിടെ ഓർമ്മിക്കപ്പെടാവുന്ന നന്മകൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആലിമായ മകനെ വേണ്ടേ? മർഹബൻ ബിക്കും. അപ്പോൾ നമുക്ക് വേണ്ടേ നമ്മുടെ മക്കളിൽ നിന്ന് ഒരു മോനെ, അല്ലെങ്കിൽ എനിക്കല്ലാഹു നൽകിയ ഒരാന്തരിയുണ്ട്, ആ പൊന്നുമോനെ ഒരു ആലിമായി കാണാൻ പൂതിയുണ്ടോ? അവരെ ഓർമ്മിക്കപ്പെടുന്ന പോലെ വേറെ ആരും ഓർമ്മിക്കപ്പെടുകയില്ല. കണ്ടില്ലേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറാനിലെ ജീലാനിൽ ജനിച്ച ഒരു പൊന്നുമോനെ കുറിച്ച് ഉമ്മ സ്വപ്നം കണ്ടത് എൻ്റെ മോനൊരു ആലിമാവണമെന്നാണ്. ആ മോനെ ലോകത്ത് ഇന്നും കോടിക്കണക്കിന് ജനങ്ങൾ ഓർക്കുകയാണ്. ആ മകൻ്റെ പേരാണ് ശറഫ്ത ജീലാന ബിൽ മീലാദി സാക്കിനുഹു അല്ലംത ബിൽ ഖബ്രി ബഗ്ദാദൻ മാകിനഹു يزوره كل مشتاق ولكنه في بيته قد يلاقي محي الدين يا محي الدين يا محي الدين
യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി. ഒരാൺതരിയാണ്. മാത്രമല്ല ആ കുഞ്ഞുമോൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയതാണ്. ഈ മോനെ ഒരു സമ്പന്നനാക്കിയിട്ട് മുതലാളിയാക്കണമെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ ഉമ്മ പറഞ്ഞു, മോനെ ഒരു ആലിമായി എനിക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ ആ മോൻ്റെ പേരറിയാത്ത രാജ്യമുണ്ടോ? ആ മോൻ്റെ പേരറിയാത്ത രാജ്യമുണ്ടോ? ഇല്ല. അറിയാത്ത വിശ്വാസികളുണ്ടോ? ഇതര വിശ്വാസികൾക്ക് അടക്കം അറിയാം മൊഹീദ്ദീൻ ആണ്ടവർ. ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ പറയാ, നോൺ മുസ്ലിംസ് മൊഹീദ്ദീൻ ആണ്ടവർ. അങ്ങനെ എല്ലാ ജനവിഭാഗങ്ങളിലും അറിയപ്പെടുന്ന ഒരു വലിയ ആലിം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും, മരണപ്പെട്ടിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പരകോടികളുടെ ഹൃദയധമനികളിൽ ഓർമ്മ പദങ്ങളിൽ ചേർന്ന് കിടക്കുകയാണ് ആ മഹാഗുരു. അതാ മഹാനായ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു, വാപ്പ മരണപ്പെട്ടു പോയ യതീമാണ്. ഉമ്മയ്ക്ക് ആ മകനെ ഏതെല്ലാം മേഖലയിൽ വിടാം. പക്ഷേ ഉമ്മ ആഗ്രഹിച്ചത്, മോനൊരു നല്ല ആലിമാവണേ മോനെ. ആ മകൻ ആലിമായപ്പോൾ ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, അറിവ് കൊണ്ട് ലോകം മുഴുവനും നിറച്ച മഹാൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 1300 കൊല്ലത്തോളമായി, അല്ലെങ്കിൽ 1200 ചില്ലാന കൊല്ലമായി ഇമാമുന ശാഫഈ തങ്ങളെ ലോകം മുഴുവനും ഓർക്കുകയാണ്. അക്കാലഘട്ടത്തിലെ ഒരു രാജാവിനെയും അത്രമേൽ ആരും ഓർക്കുന്നില്ല. ആ കാലഘട്ടത്തിലെ രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ സദസ്സിൽ ആർക്കറിയാം? ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരി ആരായിരുന്നു എന്നിവിടെ ആർക്കറിയാം? അറിയേണ്ട ആവശ്യം എന്താ? അക്കാലഘട്ടത്തിൽ വലിയ പേര് രാജാവിനുണ്ടായിരുന്നു. പക്ഷേ രാജാവിനെ ജനങ്ങൾ മറന്നുപോയി. എന്നാൽ പാവപ്പെട്ട മുതഅല്ലിമായിരുന്ന, പിന്നീട് വളരെ ലളിതമായി ജീവിച്ച ആലിമായിരുന്ന ഇമാമുന ശാഫഈ തങ്ങളെ മറന്നിട്ടില്ല. നമ്മുടെ ഉമറാക്കളൊക്കെ അഭിമാനം കാണണം, എൻ്റെ മകൻ ഒരു മുതഅല്ലിമാണെന്ന് പറയുമ്പോൾ.